ലോകരാജ്യങ്ങളിൽ ഏതാനും ചുരുക്കം രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഫലസ്തീൻ്റെ മോചനം അല്ലെങ്കിൽ സ്വതന്ത്രരാക്കപ്പെടേണ്ട അവരുടെ ജന്മാവകാശത്തെ നിഷേധിച്ചുകൊണ്ട് UN-ൽ വോട്ട് രേഖപ്പെടുത്തിയത്? അത് ഇസ്രയേലിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അന്ധമായ മുസ്ലിം വിരോധം. അതാണ് ഈ രാജ്യത്തുള്ള അധപ്പതിച്ച അധമന്മാരായ ഭരണാധികാരികളെ മുന്നോട്ട് നയിക്കുന്നത്. അതിനകത്ത് എടുത്തു പറയേണ്ടത്, അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയെ കണക്കിന് വിമർശിച്ചുകൊണ്ട് ഡെമോക്രാറ്റുകൾ ശക്തമായ നീക്കങ്ങളാണ് നടത്തുന്നത്. അതിനകത്ത് പാർലമെന്റിലും, അതായത് സെനറ്റിൽ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നയപരമായി റിപ്പബ്ലിക്കൻ പാർട്ടിക്കെതിരെ ഡെമോക്രാറ്റുകൾ നടത്തുന്നുണ്ട്, ഡെമോക്രാറ്റ് MP-മാർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. യൂറോപ്പിൽ ഹംഗറി, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ അർജന്റീന, ഇങ്ങനെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ഈ വിഷയത്തിൽ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നത്. ഇവിടുത്തെ ഭരണകൂടങ്ങളെല്ലാം ഈ രീതിയിൽ കടുത്ത അന്ധമായ മുസ്ലിം വിരോധം കാത്തു സൂക്ഷിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ പോലും സംഘപരിവാർ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ അനുകൂലിക്കുന്നത്? ഇസ്രായേലിന് എല്ലാ രീതിയിലും വെള്ളവും വളവും വെച്ചു കൊടുക്കുന്ന അമേരിക്കൻ ഭരണകൂടം ഇന്ത്യയോട് ചെയ്ത നെറുകേട് എന്താണെന്ന് നമുക്കറിയാം. റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നതിൽ അല്ലെങ്കിൽ റഷ്യയുമായിട്ടുള്ള സഹകരണത്തിൽ കലിപൂണ്ട അമേരിക്ക ഇന്ത്യക്ക് സാമ്പത്തിക ഉപരോധം രേഖപ്പെടുത്താൻ വേണ്ടി വലിയ രീതിയിലുള്ള വളഞ്ഞ വഴികൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യയുടെ ശത്രുവായി നിൽക്കാനാണ് ട്രംപിൻ്റെ ആഗ്രഹം. എന്നിട്ടും എന്തുകൊണ്ട് ഇന്ത്യയിൽ സംഘികൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വഴി ഫലസ്തീനിൽ നടക്കുന്ന വംശഹത്യയെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നുണപ്രചരണം നടത്തുന്നു? അന്ധമായ മുസ്ലിം വിരോധം, പക്ക തേർഡ് റേറ്റ് രാഷ്ട്രീയമാണ് ഇവിടെ സംഘപരിവാർ നടത്തുന്നത്. ഇസ്രയേൽ നടത്തുന്ന കാട്ടുക്രൂരത ലോക മനസാക്ഷിയെ പിടിച്ചു കുലുക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഇറാൻ ഏത് രീതിയിലും നടത്തുന്ന പ്രതിരോധമാണ് ഒരു പരിധിവരെ ഇസ്രായേലിനെ ഏറ്റവും ശക്തമായ രീതിയിൽ ബാധിക്കുന്നത്. കാരണം ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും ഇറാനും ഒത്തൊരുമിച്ച് നിന്നാൽ ഇസ്രായേലിനെ തടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് നന്നായിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന് അറിയാം. നെതന്യാഹുവിനെ കട്ടയും പടവും അടക്കി കൃത്യമായി അവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കാൻ, ഇസ്രായേലിലേക്ക് കൃത്യമായി ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ ഇറാനും പ്രോക്സി ഗ്രൂപ്പുകൾക്കും ഏറെക്കുറെ കഴിയും എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ തള്ളിപ്പറഞ്ഞാൽ പോലും റഷ്യ തള്ളിപ്പറയില്ല എന്നുള്ളത് ഇറാന് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. ഇറാൻ അറബ് രാജ്യങ്ങളോട് വിശദീകരിച്ചു. ഖത്തറിലേക്കുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഒരു ക്ഷമാപണം പറഞ്ഞുകൊണ്ട് അമേരിക്ക നടത്തിയ ചില കൺകെട്ട് വിദ്യകളിലൊക്കെ മയങ്ങി ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ വീണ്ടും സഹകരിക്കാൻ ശ്രമിക്കുമ്പോഴും ഇറാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ: നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കേണ്ട, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അന്ധമായ മുസ്ലിം വിരോധം തലയ്ക്ക് പിടിച്ച് മുസ്ലിം ജനതയെ തന്നെ തീവ്രവാദികളാക്കാൻ ശ്രമിക്കുന്നവരാണ്, ചാപ്പ കുത്താൻ ശ്രമിക്കുന്നവരാണ് ഈ ഇസ്രയേലികൾ. യൂതന്മാർ കൃത്യമായും എങ്ങനെയൊക്കെയാണ് ഇവിടെ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ പാവപ്പെട്ട നിരപരാധികളായ ഫലസ്തീനുകളെ ആക്രമിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണമെന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നത് ഇറാൻ തന്നെയാണ്. ആ ഇറാനെ ആപത്ഘട്ടത്തിൽ സഹായിക്കാൻ ശ്രമിക്കുന്നത് റഷ്യ തന്നെയാണ്. ആ റഷ്യയുടെ ഉറ്റമിത്രമായ ഇന്ത്യയിലെ സംഘികൾ എന്തുകൊണ്ട് ഇസ്രായേലിനെ സ്നേഹിക്കുന്നു, പകരം ഇറാനെ തള്ളി പറയാൻ ശ്രമിക്കുന്നു? ഒറ്റ കാരണമേ ഉള്ളൂ: വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ വർഗീയ വിഷം നിറഞ്ഞ വാക്കുകളാണ് ഇവർ വിക്ഷേപിക്കുന്നത്.